നമസ്കാരം. പ്രധാന വാർത്തകൾ. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ദത്തെടുത്ത അവണിശ്ശേരി പഞ്ചായത്തിൽ UDFന് അട്ടിമറി വിജയം. കഴിഞ്ഞ 10 വർഷമായി BJP കുത്തകയായി വെച്ചിരുന്ന പഞ്ചായത്ത് ഭരണം നറുക്കെടുപ്പിലൂടെയാണ് കോൺഗ്രസ് തിരിച്ചുപിടിച്ചത്. കോൺഗ്രസിലെ റോസ്ലി ജോയ് പുതിയ പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. 16 അംഗങ്ങളുള്ള പഞ്ചായത്തിൽ ആവേശകരമായ പോരാട്ടത്തിനൊടുവിലാണ് നറുക്കെടുപ്പ് വേണ്ടിവന്നത്. തെരഞ്ഞെടുപ്പിൽ UDFനും BJPക്കും 7 വോട്ടുകൾ വീതം ലഭിച്ചതോടെയാണ് വിജയിയെ തീരുമാനിക്കാൻ നറുക്കെടുപ്പ് നടത്തിയത്. 2 മെമ്പർമാരുള്ള LDF വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. ഇതോടെയാണ് ഇരു മുന്നണികളും തുല്യനിലയിലായത്. ആലപ്പുഴ ജില്ലയിൽ 6 പഞ്ചായത്തുകൾ ഭരിക്കാനൊരുങ്ങി BJP. കഴിഞ്ഞ തവണ 2 പഞ്ചായത്തുകൾ മാത്രം ഭരിച്ച BJPക്ക് ഇത്തവണ നേട്ടമാണ്. ആല, ബുധനൂർ, കാർത്തികപ്പള്ളി, തിരുവൻമണ്ടൂർ, പാണ്ടനാട്, ചെന്നിത്തല, തൃപ്പരുന്തുറ എന്നീ പഞ്ചായത്തുകളിലാണ് BJPക്ക് ഭരണം ലഭിച്ചത്. ആല പഞ്ചായത്ത് പ്രസിഡന്റായി അനീഷ ബിജുവും, ബുധനൂർ പ്രസിഡന്റായി പ്രമോദ് കുമാറും, കാർത്തികപ്പള്ളി പ്രസിഡന്റായി P ഉല്ലാസനും, തിരുവമണ്ടൂർ പ്രസിഡന്റായി സ്മിത രാജേഷും, പാണ്ടനാട് പഞ്ചായത്ത് പ്രസിഡന്റായി ജിജി കുഞ്ഞുകുഞ്ഞും, ചെന്നിത്തല പ്രസിഡന്റായി ബിനുരാജും തെരഞ്ഞെടുക്കപ്പെട്ടു. കഴിഞ്ഞ തവണ തിരുവൻമണ്ടൂർ പഞ്ചായത്ത് സ്വതന്ത്രന്റെ പിന്തുണയിൽ LDF ആയിരുന്നു ഭരിച്ചിരുന്നത്. ആലയും ബുധനൂരും LDF, പാണ്ടനാട് UDFുമായിരുന്നു ഭരിച്ചത്. LDFന്റെ 2 പഞ്ചായത്തുകൾ BJP നേടി. കഴിഞ്ഞ തവണയും BJP ആയിരുന്നു ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. 72 പഞ്ചായത്തുകളാണ് ആലപ്പുഴ ജില്ലയിലുള്ളത്. SIR കരട് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയവരിൽ അർഹരായവരെ ഉൾപ്പെടുത്താൻ ഹെൽപ്പ് ഡെസ്കുകൾ തുടങ്ങാൻ സംസ്ഥാന സർക്കാർ ഉത്തരവ്. വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് 2 ഉദ്യോഗസ്ഥർക്ക് ചുമതല നൽകി ഹെൽപ്പ് ഡെസ്കുകൾ തുടങ്ങും. ഉന്നതികൾ, മലയോര തീരമേഖലകൾ തുടങ്ങിയ സ്ഥലങ്ങളിലെത്തി ബോധവൽക്കരണം നടത്താൻ അംഗനവാടി ആശാവർക്കർമാരെയും കുടുംബശ്രീ പ്രവർത്തകരെയും നിയോഗിക്കും. കേരളം ഉൾപ്പെടെ 11 സംസ്ഥാനങ്ങളിലെ SIR കരട് പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ ഒഴിവായത് 3,70,00,000 വോട്ടർമാരാണ്. ഏറ്റവും കൂടുതൽ വോട്ടർമാർ ഒഴിവായത് തമിഴ്നാട്ടിലാണ്. അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി 21 പ്രസിദ്ധീകരിച്ച ശേഷമാകും കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുക. വഞ്ചിയൂരിൽ യുവാവിന്റെ പരാക്രമം. ബാർ ജീവനക്കാരനായ യുവാവ് IAS അക്കാദമി അടിച്ചു തകർത്തു. സ്ഥാപനത്തിന്റെ ജനൽവാതിലും ലോഗോ ബോർഡും യുവാവ് അടിച്ചു പൊട്ടിച്ചു. അക്കാദമിയുടെ മുന്നിൽ നടന്ന വാക്കുതർക്കം ചോദ്യം ചെയ്തതിനാണ് പരാക്രമം. ഈ സമയം സ്ഥാപനത്തിൽ കുട്ടികൾ പഠിക്കുന്നുണ്ടായിരുന്നു. സ്ഥാപനം ഡയറക്ടറുടെ പരാതിയിൽ വഞ്ചിയൂർ പോലീസ് കേസെടുത്തു. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം N സുബ്രഹ്മണ്യനെ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുഖ്യമന്ത്രി പിണറായി വിജയനും നിർമ്മിക്കുന്ന AI നിർമ്മിത ചിത്രം സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ചതിനാണ് അദ്ദേഹത്തെ പോലീസ് ശനിയാഴ്ച രാവിലെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. സുബ്രഹ്മണ്യനെ അറസ്റ്റ് ചെയ്തതിൽ UDF ശക്തമായ പ്രതിഷേധം നടത്തി. കോൺഗ്രസ് പ്രവർത്തകർ ചേവായൂർ പോലീസ് സ്റ്റേഷനിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു. ഉന്നത നേതൃത്വത്തിന്റെ ഇടപെടൽ അറസ്റ്റിന് പിന്നിലുണ്ടെന്ന് N സുബ്രഹ്മണ്യൻ പറഞ്ഞു. പോലീസ് നാടകം കളിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു.